ഹായ് ഹലോ വ്യൂവേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? പൂക്കൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഇന്ന് റോസിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണോ ചാനൽ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ റോസിനെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. റോസ് വളർത്തുമ്പോഴുള്ള കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. ആ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ റോസ് നല്ല ഹെൽത്തി റോസായിട്ട് നിറയെ പൂക്കളുണ്ടാവും എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അപ്പം പല ആൾക്കും അറിയാത്തൊരു കാര്യമാണ്, റോസിന് വേണ്ടത് നല്ല വെയിലാണെന്ന്. പലപ്പോഴും നമ്മൾ ഷെയ്ഡിലുള്ള സ്ഥലത്താണ് റോസ് വെക്കുക. അങ്ങനെയാണ് നിങ്ങൾ റോസിൻ്റെ പ്ലാന്റിൻ്റെ പോട്ട് വെച്ചിട്ടുള്ളതെങ്കിൽ എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റിക്കോളൂ. 5-6 മണിക്കൂർ നേരിട്ടുള്ള സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്താണ് റോസ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് വെള്ളം കൊടുക്കരുത്. ഒരുപാട് പേര് ചെയ്യുന്ന ഒരു കാര്യമാണ്, റോസിന് കുറേ വെള്ളം കൊടുക്കും. ഒരിക്കലും നിങ്ങൾ അമിതമായി വെള്ളം കൊടുക്കരുത്. റോസിൻ്റെ മണ്ണ് വരണ്ട് പോയാൽ മാത്രമാണ് നമ്മൾ വെള്ളം കൊടുക്കേണ്ടതുള്ളൂ. എല്ലാ ദിവസവും ഒരു തവണ 1 കപ്പ് വെച്ച് വെള്ളമേ ആവശ്യമുള്ളൂ. പിന്നെ റോസിൻ്റെ ആളുകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം പ്രൂണിങ് ആണ്. നമ്മൾ എപ്പോഴും വെട്ടിക്കൊടുക്കേണ്ട ഒരു ചെടിയാണ് റോസ്. നല്ല രീതിയിൽ വെട്ടിക്കൊടുത്താൽ മാത്രമാണ് വേഗം പൂവുണ്ടാവുക. അത് മാത്രമല്ല, വെട്ടിക്കൊടുക്കുന്നതിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു 45 ഡിഗ്രി ചരിച്ച് വെട്ടി ആണ് റോസ് നിലനിർത്തേണ്ടത് കേട്ടോ. നമ്മൾ അത് പൂക്കൾ കൊഴിഞ്ഞു പോവില്ലേ, ആ തണ്ടുകൾ നമ്മൾ 2-3 ലീഫ് താഴ്ത്തി വെട്ടിക്കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന കമ്പുകളും നിങ്ങൾ 45 ഡിഗ്രി ആംഗിൾ ചരിച്ച് വെട്ടിയിട്ടാണ് കൊടുക്കേണ്ടത്. പിന്നെ റോസിന് കൊടുക്കുന്ന മണ്ണിൻ്റെ സോയിലിൻ്റെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഒരു 40% ഗാർഡൻ സോയിലാണെങ്കിൽ 30% കോക്കോപീറ്റും 30% കമ്പോസ്റ്റ് അല്ലെങ്കിൽ എല്ലുപൊടിയാണ് എടുക്കേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു റേഷ്യോ. അങ്ങനെയായുള്ള ഒരു സോയിലിലാണ് നല്ല രീതിയിൽ റോസ് വളരുക. ഇനി കോക്കോപീറ്റ് ഇടുന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് മണൽ മിക്സ് ചെയ്താലും മതി. ചോറ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ മണ്ണും മണലും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് കമ്പോസ്റ്റ് കൂടി ഇട്ടിട്ടുള്ള ഒരു പോട്ടി മിക്സാണ് ഉണ്ടാക്കേണ്ടത്. ഇനി കമ്പോസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലുപൊടി യൂസ് ചെയ്യുക. അതാണ് റോസിൻ്റെ പോട്ടി മിക്സ്. പിന്നെ നമ്മുടെ റോസിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, റോസ് നിറയെ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ പൊട്ടാസ്യം ഫോസ്ഫറസും നല്ല രീതിയിൽ എത്തണം മണ്ണിലേക്ക്. എന്നാൽ മാത്രമാണ് ഫ്ലവറിങ്ങിന് ഒരു സപ്പോർട്ട് കിട്ടുക. അപ്പം നമുക്ക് കൊടുക്കേണ്ടത് നമുക്ക് എല്ലുപൊടി. ഇപ്പോൾ റോസ് നട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട്, ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലുപൊടി ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ ഹോം മെയ്ഡ് ഫെർട്ടിലൈസറായിട്ടുള്ള ബനാന പഴത്തിൻ്റെ തൊലി നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ പഴത്തിൻ്റെ തൊലി വെള്ളത്തിലിട്ട് വെച്ചിട്ട് പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കുക. അടിപൊളി ഒരു റോസിന് പൂക്കൾ ഉണ്ടാവാൻ പറ്റിയ നല്ലൊരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ് അത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ടത്തോട്, നിങ്ങളുടെ വീട്ടിലെല്ലാവരും മുട്ട കഴിക്കുന്നവരല്ലേ, അപ്പം മുട്ടയുടെ തോല് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ എന്തെങ്കിലും ലിക്വിഡ് ഫെർട്ടിലൈസറോ അല്ലെങ്കിൽ മണ്ണൊന്ന് ഇളക്കിയിട്ട് കുറച്ച് ചാണകപ്പൊടിയോ എല്ലുപൊടിയോ റോസിന് എല്ലാ മാസവും ഇട്ട് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് റോസ് നിറയെ പൂക്കളുണ്ടാവുന്നത്. പൂക്കളുണ്ടായത് വെട്ടിക്കൊടുക്കുകയും എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുകയും പിന്നെ നല്ല വെയിലത്ത് വെക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റോസ് അടിപൊളിയായിട്ട് സൂപ്പറായിട്ടുണ്ടാവും. പിന്നെ റോസിൽ ഫംഗണൽ പ്രശ്നം വരാറുണ്ട്. എപ്പോഴും ഇലകൾ ചീഞ്ഞു പോവുക, തണ്ടിനൊക്കെ ഒരു ബ്രൗൺ ഡോട്ട്സ് വരിക, ബ്ലാക്ക് ഡോട്ട്സ് വരിക, അതിനൊക്കെ കാര്യം ഫംഗണൽ പ്രശ്നമാണ്. അത് നിങ്ങൾ നീം ഓയിൽ ഒരു 5 ml 10 തുള്ളി ഡിഷ് വാഷ് മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് എല്ലാ ആഴ്ചയും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമുക്ക് റോസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. പിന്നെ പഴയ ഇലകൾ, മഞ്ഞ കളറായ ഇലകളൊക്കെ കുറച്ച് തണ്ടിൽ 2-3 ഇല നിലനിർത്തിയിട്ട് ഇങ്ങനെ വെട്ടിക്കൊടുക്കുക. അങ്ങനെ വെട്ടുമ്പോൾ എപ്പോഴും 2-3 ഇല താഴ്ത്തിയിട്ട് അങ്ങനെയാണ് വെട്ടിക്കൊടുക്കേണ്ടത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു തവണ ഒരു ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞ് മിനിമം ഒരാഴ്ച കഴിയാതെ അടുത്ത ഫെർട്ടിലൈസർ കൊടുക്കരുത്. എപ്പോഴും വളം ചെയ്യാതിരിക്കുക. പിന്നെ ചാണകപ്പൊടിയൊക്കെ ആണെങ്കിൽ ഒരൊറ്റ മാസം ഒരു തവണ എന്നുള്ള രീതിയിൽ കൊടുത്താൽ മതി. NPK ഒക്കെ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ വീട്ടിലുള്ള ഹോം മെയ്ഡ് ബനാന പീൽ ഫെർട്ടിലൈസറൊക്കെ നമുക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ കൊടുക്കാം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡ്രൈനേജ് ഹോൾ. എപ്പോഴും നമ്മുടെ പോട്ടിൽ നിന്ന് വെള്ളം നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതല്ലെങ്കിൽ നമ്മുടെ റൂട്ട് ചീഞ്ഞു പോവുകയും റോസ് നശിച്ചു പോവുകയും ചെയ്യാൻ ഒരു സാധ്യതയുണ്ട്.
നിങ്ങൾ റോസ് വളർത്തുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നല്ല സൺലൈറ്റ് 6 മുതൽ 8 മണിക്കൂർ വരെ വെളിച്ചം കിട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കുക. ഓവർ വാട്ടറിങ് ചെയ്യാതിരിക്കുക. ഓവർ വാട്ടറിങ് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ടൊക്കെ നാശമായിപ്പോൾ ഇലകളൊക്കെ മഞ്ഞ കളർ വരാൻ സാധ്യതയുണ്ട്. പിന്നെ വെള്ളം കുറവ് ആവാതിരിക്കാൻ നോക്കുക. മണ്ണ് ഡ്രൈ ആയിക്കഴിഞ്ഞാലും റോസ് ഉണങ്ങിപ്പോകാനൊരു സാധ്യതയുണ്ട്. പിന്നെ ഡ്രൈനേജ് ഹോളൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ സോയിൽ നല്ല ഹെൽത്തി സോയിലാണ്, അതിൽ വളമുണ്ട്, പൂക്കളുണ്ടാകാനുള്ള വളമൊക്കെ അതിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അതില്ലെങ്കിൽ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് എന്തെങ്കിലും കമ്പോസ്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു പച്ചക്കറിയുടെ വളമൊക്കെ ഇട്ട് കൊടുക്കുക. പച്ചക്കറിയുടെ പീൽസൊക്കെ വളരെ നല്ലതാണ്. അത് ഡയറക്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫംഗസൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് തണ്ടിനൊക്കെ. അപ്പോൾ അതൊന്ന് ഉണക്കി പൊടിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഓവറായിട്ട് ഫെർട്ടിലൈസർ ഒന്നും ചെയ്യാതിരിക്കുക. ഒരു തവണ ഒരു വളം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും വളങ്ങൾ അടുത്തടുത്ത ദിവസങ്ങളിൽ ചെയ്യരുത്. എപ്പോഴും ഒരു ഗ്യാപ്പ് ഇടുക. പിന്നെ റോസിനൊക്കെ നൈട്രജനുള്ള വളങ്ങളാണ് ഏറ്റവും നല്ലത്. പൊട്ടാസ്യം നൈട്രജനും ഒക്കെ ഉള്ള വളങ്ങളാണ് നമ്മൾ റോസിനൊക്കെ കൊടുക്കുന്നതെങ്കിൽ വേഗത്തിൽ പൂവുണ്ടാവും. ചാണകപ്പൊടി വളരെ എഫക്റ്റീവാണ് കേട്ടോ. ഞാൻ എൻ്റെ പ്ലാന്റ്സിനെല്ലാം ചാണകപ്പൊടിയാണ് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കളുണ്ടാവാറുണ്ട്. പിന്നെ പ്രൂണിങ് എപ്പോഴും ചെയ്ത് പൂക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രൂണിങ് ഒക്കെ ചെയ്ത് കൊടുത്ത് നല്ല കുറ്റിയാക്കി പ്ലാന്റ് വെക്കുക. പിന്നെ മോശ ഇലകളൊക്കെ ഉണ്ടാവില്ല, പഴയ ഇലകൾ, മഞ്ഞ ഇലകൾ, അങ്ങനെയുള്ള ഇലകളൊക്കെ വേഗം വെട്ടിക്കൊടുക്കുക. പിന്നെ നമ്മുടെ പ്ലാന്റിൽ സ്പൈഡർ പോലെയുള്ള കീടങ്ങളൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ നീം ഓയിൽ സ്പ്രേ ചെയ്യുക. എപ്സം സോൾട്ടൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ പ്ലാന്റ്സ്, ലീഫ് പ്ലാന്റ്സിന് ഇലകൾ നല്ല സ്ട്രോങ് ആയിരിക്കാനും പൂക്കൾ നിറയെ ഉണ്ടാവാനും ഒക്കെ എപ്സം സോൾട്ട് വളരെ നല്ലതാണ്. എപ്സം സോൾട്ട് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 സ്പൂൺ കലക്കി പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. പിന്നെ ചെറിയ പോട്ടിലൊന്നും റോസ് നടാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ പൂക്കളുണ്ടാവില്ല. ഒരു നല്ല പോട്ട് തന്നെ എടുക്കണേ. പിന്നെ റീപോട്ടിങ് ചെയ്യുമ്പം വേരുകളൊന്നും നാശമാവാതെ പൊട്ടിപ്പോവാതെയൊക്കെ നോക്കുക. നിങ്ങൾ നഴ്സറിയിൽ നിന്നൊക്കെ പുതുതായിട്ട് ഒരു റോസ് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു ഹെൽത്തി റോസ് എങ്ങനെയാണ് സെലക്ട് ചെയ്യാമെന്ന് വെച്ചാൽ ലീവ്സൊക്കെ നോക്കുക. നല്ല ഹെൽത്തി ലീവ്സ് ആണോ നോക്കുക. പിന്നെ ഇതേപോലെ ബ്രൗൺ ലീവ്സ് നിറയെ തളിർത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ആ റോസ് നമുക്ക് ധൈര്യത്തിലെടുക്കാം. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടായിട്ടുള്ള റോസുകളിൽ പെട്ടെന്ന് പൂവുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള റോസുകൾ എടുക്കുക. പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ വേരുകൾ പൊട്ടാതെ റീപോർട്ട് ചെയ്യുക. 2-3 ദിവസം ഷെയ്ഡിൽ വെച്ചേക്കുക, നമ്മുടെ ക്ലൈമറ്റായിട്ടൊന്ന് സെറ്റാവാൻ. പിന്നെ നിങ്ങളൊന്ന് വെള്ളത്തിൽ വെച്ച് മണ്ണ് ഇളക്കിയാൽ മതി. അപ്പോൾ റൂട്ടിലൊന്നും പ്രശ്നമൊന്നും വരില്ല. അതിനുശേഷം റിപ്പോർട്ട് ചെയ്യുക. റോസ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. നമ്മൾ കെയർ ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിട്ട് വരും. നിറയെ പൂക്കൾ, പൊട്ടാസ്യമൊക്കെ ഉള്ള വളങ്ങളാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നിറയെ പൂക്കൾ വന്ന് നമ്മുടെ വീട്ടിൽ ഏറ്റവും ഭംഗിയായി നിൽക്കുക റോസ് ചെടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. പുതിയൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.